നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം രാഷ്ട്രീയ പാർട്ടിയായി കമ്മീഷൻ അംഗീകരിച്ചു. 2024 ഫെബ്രുവരിയിൽ നൽകിയ അപേക്ഷയാണ് അംഗീകരിച്ചത്. സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. സ്വാതി, ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം, രാഷ്ട്രീയ പാർട്ടി രൂപീകരണമൊക്കെ. ഇപ്പോൾ വളരെ വേഗത്തിൽ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. മനു, ഈ പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം വില്ലുപുരം ജില്ലയിലെ വിക്രവണ്ടിയിൽ ഈ മാസം 23 ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിക്കുന്നത്. ഈ വർഷം ഫെബ്രുവരി 2 നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പാർട്ടിക്ക്, അതായത് തമിഴക വെട്രി കഴകം പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഈ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ വിജയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. നിയമപരമായ കൂടിയാലോചനകൾക്കും പരിശോധനകൾക്കും ഒടുവിൽ ഇപ്പോൾ തമിഴക വെട്രി കഴകത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി പാർട്ടി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ആദ്യ വാതിൽ തുറക്കുകയാണ്. എല്ലാവരും സമന്മാരാണെന്ന തത്വത്തിൽ മുന്നോട്ട് പോകുമെന്നും എല്ലാ പ്രതിബന്ധങ്ങളും തകർത്ത് തമിഴ്നാട്ടിലെ പ്രധാന പാർട്ടിയായി തമിഴക വെട്രി കഴകം മാറും എന്ന തരത്തിലാണ് ഇപ്പോൾ വിജയുടെ ഒരു പ്രതികരണം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. മനു, ശരി. സ്വാതി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം പാർട്ടിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിൽ വിജയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. തമിഴകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി മാറുമെന്നാണ് വിജയ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളാണ് സ്വാതി നൽകിയത്.